നീണ്ട 14 വർഷത്തെ കാത്തിരിപ്പ്. 2012 മുതൽ ഓരോ IPL സീസൺ തുടങ്ങുമ്പോഴും മുംബൈ ഇന്ത്യൻസ് ആരാധകർ കേൾക്കുന്ന ഒരു സ്ഥിരം പരിഹാസമുണ്ട്. ആദ്യ കളിയിലെ തോൽവി ഒരു തുടർക്കഥയായപ്പോൾ കഴിഞ്ഞൊരു ദശാബ്ദമായി ഉയർന്നുകേട്ട ആ ട്രോൾ ഡയലോഗ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങുകയുള്ളൂ എന്ന്. പക്ഷേ ഇന്ന് 2026 ഈ സുന്ദരമായ രാത്രിയിൽ ആ ശാപത്തിനും പരിഹാസങ്ങൾക്കും ഒരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. വാങ്കഡ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ഉദ്ഘാടന മത്സരം രാജകീയമായി വിജയിച്ചിരിക്കുന്നു. ചരിത്രം തിരുത്തിക്കുറിച്ച ഈ രാത്രി ഓരോ മുംബൈ ആരാധകനും ഒരു സവിശേഷ ദിവസമാണ്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത വാങ്കഡയിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. അവർ 20 ഓവറിൽ 220-4 എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. എന്നാൽ മുംബൈയുടെ ബൗളിംഗ് നിര തളർന്നില്ലായിരുന്നു. ഷാർദുൽ താക്കൂർ 39 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് കൊൽക്കത്തയുടെ നട്ടെല്ലൊടിച്ചു. ഡെത്ത് ഓവറുകളിൽ ജസ്പ്രീത് ബുംറയുടെ തീപാറുന്ന പന്തുകൾ എതിരാളികളുടെ സ്കോറിംഗ് വേഗതയ്ക്ക് കൃത്യമായി കടിഞ്ഞാണിട്ടു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈയുടെ തുടക്കം ഒരു മനോഹരമായ കവിത പോലെയായിരുന്നു. ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും റയാൻ റിക്കൽട്ടനും ചേർന്ന് കൊൽക്കത്തൻ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടുകയായിരുന്നു. ഹിറ്റ്മാന്റെ ക്ലാസിക് ഷോട്ടുകളും റിക്കൽട്ടന്റെ തകർപ്പൻ പ്രഹരങ്ങളും വാങ്കഡയെ ആവേശക്കടലാക്കി മാറ്റി. ഇരുവരും ചേർന്നുള്ള ഈ കൂട്ടുകെട്ടാണ് മുംബൈയുടെ വിജയത്തിന് കരുത്തുറ്റ അടിത്തറ പാകിയത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുംബൈയുടെ ആധിപത്യമായിരുന്നു. റൺ ചേസിങ്ങിനിറങ്ങിയ രണ്ടാമത്തെ ഇന്നിംഗ്സിലെ 20 ഓവറുകളിലും ഒരു ബൗണ്ടറിയെങ്കിലും നേടിക്കൊണ്ട് മുംബൈ ഈ കൂറ്റൻ സ്കോർ വളരെ അനായാസമായി മറികടന്നു. ഒട്ടും വിയർക്കാതെയുള്ള 6 വിക്കറ്റിന്റെ പടുകൂറ്റൻ വിജയം വരും മത്സരങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ആദ്യ മത്സരത്തിലെ തോൽവി എന്ന വലിയ ഭാരം ഇനി മുംബൈക്കൊപ്പമില്ല. കാത്തിരുന്ന വിജയം വന്നിരിക്കുന്നു. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകമാണ് രോഹിത് ശർമ്മയുടെ പെർഫോമൻസ്. തുടക്കം മുതൽ തന്നെ KKR പേസർമാരെ നിലം പരിശനാക്കുന്ന ബാറ്റിംഗ് ശൈലിയാണ് ഇന്ന് രോഹിത് പുറത്തെടുത്തത്. ആദ്യം ബൗണ്ടറി മാത്രമായിരുന്നു ഒരു എഡ്ജ് തട്ടി വന്നത്. പിന്നെ കണ്ടതെല്ലാം ലളിതമായിരുന്നു, മനോഹരമായിരുന്നു. വൈഭവ് അറോറ എറിഞ്ഞ 2-ാം ഓവറിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ പായിച്ച ആ കൂറ്റൻ സിക്സർ പഴയ രോഹിത് ശർമ്മയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. പന്തിന്റെ ലെങ്ത് കൃത്യമായി മനസ്സിലാക്കി അനായാസമായ ബൗണ്ടറികൾ കണ്ടെത്തിയ രോഹിത് ശർമ്മ വെറും 23 പന്തിൽ നിന്നാണ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ലോകകപ്പിൽ ശ്രദ്ധേയനായ സിംബാബ്വെ താരം ബ്ലെസ്സിംഗ് മുസ്തറബാനിയുടെ പന്തുകളെയും വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം നേരിട്ടത്. സ്പിന്നർ വരുൺ ചക്രവർത്തി വന്നപ്പോഴും രോഹിത് തന്റെ അറ്റാക്കിംഗ് ഗെയിം കൈവിട്ടില്ലായിരുന്നു. വരുണിനെ റിവേഴ്സ് സ്വീപ്പിലൂടെ ബൗണ്ടറി കടത്തിയതും ലോഫ്റ്റഡ് ഷോട്ടുകളിലൂടെ കാണികളെ ആവേശത്തിലായെത്തിയതും ഇന്നത്തെ ഇന്നിംഗ്സിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളായിരുന്നു. IPL ഓപ്പണിംഗ് മാച്ചിൽ രോഹിത് ശർമ്മയുടെ ഒരു പെർഫെക്റ്റ് ഇന്നിംഗ്സ് ആയിരുന്നു. ഏകദേശം ഒരു വേഴവട്ട കാലത്തിന് ശേഷം മുംബൈ ജയിച്ചുകൊണ്ട് തുടങ്ങിയ സീസണാണിത്. എന്തൊക്കെയോ നല്ലത് ഈ IPL നടക്കുമെന്ന് തോന്നുന്നു. മറ്റൊരു പേരാണ് റിക്കിൾട്ടൺ. കിൻഡൻ ഡീകോക്ക് എന്ന പേര് മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മികച്ച ഫോമും ആരാധകരുമായുള്ള ആഴത്തിലുള്ള ആത്മബന്ധവും കാരണം മുംബൈക്ക് ഏറ്റവും അനുയോജ്യനായ താരം ഡീകോക്ക് ആയിരിക്കുമെന്ന് പലരും പ്രവചിച്ചിരുന്നു. റയാൻ റിക്കിൾട്ടനും മികച്ച ഫോമിലായിരുന്നുവെങ്കിലും ഭൂരിഭാഗം പേരുടെയും കണ്ണുകൾ ഡീകോക്കിലായിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് വിശ്വാസമർപ്പിച്ചത് റയാനിലാണ്. ആ വലിയ ഉത്തരവാദിത്യം അവൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. തന്നിലർപ്പിച്ച വിശ്വാസം എത്രത്തോളം ശരിയാണെന്ന് അവൻ ബാറ്റുകൊണ്ട് തെളിയിക്കുകയായിരുന്നു. എന്തൊരു മാന്ത്രിക ഇന്നിംഗ്സ് ആയിരുന്നു അത്. വളരെ മികച്ച രീതിയിൽ തുടങ്ങിയ റയാൻ ഇന്നിംഗ്സിലുടനീളം ആ വേഗതയും ആവേശവും നിലനിർത്തി. KKRന്റെ സ്പിൻ ജോഡികളായ വരുൺ ചക്രവർത്തിയും സുനിൽ നരൈനും മുംബൈക്ക് വലിയ ഭീഷണിയാകുമെന്ന് ക്രിക്കറ്റ് ലോകം കരുതിയതാണ്. എന്നാൽ ആ സ്പിൻ വലയങ്ങളെ റയാൻ തെല്ലും ഭയന്നില്ലായിരുന്നു. അവരെ കടന്നാക്രമിച്ച അവൻ വമ്പൻ സിക്സറുകളിലൂടെ മുംബൈയുടെ വിജയമായി വെട്ടിത്തെളിയിച്ചു. സ്പിന്നർമാർക്ക് മേൽ അവൻ നടത്തിയ ആ പ്രത്യാക്രമണം ശരിക്കും ഒരു വിരുന്നായിരുന്നു. വെറും 43 പന്തുകളിൽ നിന്ന് 81 റൺസാണ് അവൻ അടിച്ചുകൂട്ടിയത്. അതിൽ 8 പടുകൂറ്റൻ സിക്സറുകളും 4 മനോഹരമായ ഫോറുകളും ഉൾപ്പെടുന്നു. ഈ ഒരൊറ്റ ഇന്നിംഗ്സിലൂടെ ഇപ്പോൾ മുംബൈയുടെ ഏറ്റവും മികച്ച ചോയ്സ് താൻ തന്നെയാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. ഡീകോക്ക് എപ്പോഴും ഒരു മികച്ച താരം തന്നെയാണ്. പക്ഷേ നീലക്കുപ്പായത്തിൽ പുതിയൊരു നക്ഷത്രം ഉദിച്ചുയരുകയാണ്.
മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത ഇതിഹാസമായി റയാൻ റിക്കിൾട്ടൺ മാറുമെന്നതിൽ സംശയമില്ല.